വോട്ട് കൊള്ള നടക്കുന്നെന്ന രാഹുലിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുലിന്റേത് രാഷ്ട്രീയ കളിയെന്നും വ്യാജ ആരോപണങ്ങളിൽ ഭയക്കില്ലെന്നും കമ്മീഷൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ രാഷ്ട്രീയ ഭേദമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബൂത്ത് ഏജന്റുമാരെ ഉൾപ്പെടുത്തിയാണ് ബീഹാറിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം ആരംഭിച്ചത്. രാഹുലിന്റെ ഇരട്ട വോട്ട് ആരോപണത്തിന് തെളിവ് ചോദിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ലെന്നും കമ്മീഷൻ അറിയിച്ചു. രാഹുലിന്റെ ആരോപണം ഭരണഘടനയ്ക്ക് അപമാനമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു. ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് പിന്നിലുള്ള താൽപര്യം രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നും കമ്മീഷൻ പറഞ്ഞു. तो जब रिटर्निंग ऑफिसर रिजल्ट डिक्लेयर कर देता है, उसके बाद भी कानून में प्रावधान है कि आप 45 डेज के अंदर आप उच्च न्यायालय जाकर एक चुनावी याचिका दायर कर सकते हैं और चुनाव को चैलेंज कर सकते हैं। जब ये प्रक्रिया 45 दिन समाप्त हो जाते हैं, उसके बाद इस तरह के निराधार और आरोप लगाना, चाहे वो केरल हो, चाहे वो कर्नाटक हो, चाहे वो बिहार हो, जब 45 दिन चुनाव के बाद पूर्ण हो चुके हैं और किसी भी दल को, किसी भी कैंडिडेट को कोई भी गलती नजर नहीं आई, तो आज इतने दिनों के बाद इस तरह के निराधार आरोप लगाना, उनका उद्देश्य क्या है, ये सारे मतदाता और देश की जनता पूरा समझती है। न तो कोई विपक्ष है, न तो कोई पक्ष है, सब समकक्ष हैं। चाहे किसी भी राजनीतिक दल का कोई भी हो, चुनाव आयोग अपने संवैधानिक कर्तव्य से पीछे नहीं हटेगा। എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, രാഹുലിന്റെ ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ മറുപടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുൻപാകെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്? രോഹിണി, രാഹുലിന്റെ ആരോപണങ്ങളെ പൊളിച്ചെടുക്കുന്നതിനൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യത കൂടി ഇന്നിപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരേപോലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നത്. എല്ലാവർക്കും വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാതിലുകൾ സദാസമയം തുറന്നിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. അതേസമയം വോട്ടർമാരുടെ അനുമതിയില്ലാതെ അവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച രാഹുലിന്റെ നടപടിയെ രൂക്ഷമായ ഭാഷയിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശിക്കുകയുണ്ടായി. മാത്രമല്ല, ഈ രാഹുൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ നിരവധി തവണ ആവശ്യപ്പെട്ടതാണ് ഈ സംബന്ധിച്ചുള്ള തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി. എന്നാൽ ഇതുവരെയായിട്ടും യാതൊരുവിധ തെളിവുകൾ ഹാജരാക്കുവാൻ വേണ്ടി ഈ പ്രതിപക്ഷം അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. അദ്ദേഹം സൂചിപ്പിച്ചത് 7 ദിവസം രാഹുലിന് സമയം തരും. രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകണമെന്നുള്ളതാണ്. 7 ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ സത്യവാങ്മൂലം നൽകാത്ത പക്ഷം രാഹുൽ രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. മാത്രമല്ല, ഈ 7 ദിവസത്തിനകം സത്യവാങ്മൂലം നൽകിയില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾ വ്യാജ ആരോപണങ്ങൾ, അതിൽ യാതൊരുവിധ വാസ്തവമില്ലെന്ന് തിരിച്ചറിയണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. മാത്രമല്ല, ഇരട്ട വോട്ടുകൾ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ നിരവധി തവണയായി ഉന്നയിക്കുന്നു. ഇരട്ട വോട്ടുകൾ സംബന്ധിച്ചും യാതൊരുവിധ തെളിവുകൾ നൽകുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ആരോപണങ്ങൾ ഉന്നയിച്ചവരോട് അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചതാണ്. എന്നാൽ യാതൊരുവിധ തെളിവുകൾ ഹാജരാക്കുവാനും ഈ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തോക്കു ചൂണ്ടി സമ്മർദ്ദത്തിലാക്കാമെന്നാരും കരുതേണ്ട എന്നുള്ളതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ബീഹാറിലെ ജനങ്ങൾ, ഏതാണ്ട് 7 കോടിയിലധികം ജനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊപ്പമുണ്ട്. ഈ അവസരത്തിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളത് രാജ്യത്തെ ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 45 ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുവാനുള്ള എല്ലാ പ്രൊവിഷനും ഉണ്ടെന്നിരിക്കെ ആ അധികാരവും വിനിയോഗിച്ചില്ല. എന്നിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം ഉപരി ഇതുമായി ബന്ധപ്പെട്ട് ഈ ആരോപണങ്ങൾ, ഇരട്ട വോട്ടുകൾ അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് തെളിവുകൾ നൽകാൻ
കഴിയുന്നില്ല എന്നത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത് ബൂത്ത് ലെവലിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പുറത്തുവിടണം എന്നുള്ളതാണ്. എന്നാൽ അത് സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വോട്ടർമാരുടെ സ്വകാര്യതയെ അത് ബാധിക്കുമെന്നുള്ളതാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയത്. ഏതായാലും രാഹുലിൻ്റെ ആരോപണങ്ങൾ മുഴുവൻ പൊളിച്ചടിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നടത്തിയത്. അതിൽ ഈ രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾ അത് അടിസ്ഥാനരഹിതമാണെന്ന് സൂചിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കോ അല്ലെങ്കിൽ ഭീഷണികൾക്കോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴങ്ങില്ല. ഈ ബീഹാറിലെ SIR-മായി മുന്നോട്ട് പോവുക തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യമെന്നും ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഖ്യാനേഷ് കുമാർ വ്യക്തമാക്കിയുണ്ടായി. രോഹിണി. ശരി, S നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.